ഇത് കാലൊന്നും കുഴപ്പമില്ല. ഇയാളൊരു സ്ഥിരം ഉണ്ടെന്ന് നാളൊരു ഒരെണ്ണത്തില് ഓട്ടോന്ന് മാത്രമേ കിട്ടും. ഓട്ടോ ഇപ്പോൾ വണ്ടി എടുത്ത് പോക്കറ്റിലും വെച്ച് കീമോതെറാപ്പിക്കായാണ് ക്യാൻസർ രോഗബാധിതയായ അടൂർ ഏഴംകുളം മരുതിമൂട് സ്വദേശി 68 വയസ്സുള്ള മറിയക്കുട്ടി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിയത്. മറിയക്കുട്ടിക്ക് ആഴ്ചയിൽ 2 ദിവസം കീമോതെറാപ്പി ചെയ്യേണ്ടതുണ്ട്. മുൻ പഞ്ചായത്ത് അംഗം അശോകന്റെ ഓട്ടോറിക്ഷയിലാണ് മറിയക്കുട്ടി ആശുപത്രിയിൽ എത്തിയത്. ആശുപത്രിയിലെ വിവിധ ആവശ്യങ്ങൾക്കും ചികിത്സയ്ക്ക് ആവശ്യമായ ചില സാധനങ്ങൾ വാങ്ങുന്നതിനുമായി വളരെ കഷ്ടപ്പെട്ട് സ്വരൂപിച്ച 8600 രൂപ ഓട്ടോറിക്ഷയുടെ ക്യാബിനിൽ സൂക്ഷിച്ച ശേഷമാണ് മറിയക്കുട്ടി കീമോയ്ക്കു വേണ്ടി ആശുപത്രിയിലേക്ക് പോയത്. കീമോയ്ക്ക് ശേഷം മറിയക്കുട്ടിക്ക് കഴിക്കാനുള്ള ഗുളിക വാങ്ങുന്നതിനായി പണമെടുക്കാൻ അശോകൻ ഓട്ടോറിക്ഷയിൽ എത്തിയപ്പോഴാണ് ക്യാബിൻ കുത്തി തുറന്നതായി കണ്ടത്. ഉടൻ തന്നെ മറിയക്കുട്ടി ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകി. 8500 രൂപ ഈ പേഷ്യന്റിന് മരുന്ന് വാങ്ങിക്കാൻ പറ്റിയിരുന്നതും ഒപ്പം തന്നെ ലോൺ അടയ്ക്കാനുള്ള പൈസയായിട്ടുള്ള പൈസയാണ് കവർന്നിട്ടുള്ളത്. ഞാൻ അന്നേരം തന്നെ ഇവിടുത്തെ സൂപ്രണ്ടിനെ കാണുകയും അവരവിടുന്ന് നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് കൊടുക്കാൻ റിക്വസ്റ്റ് ചെയ്ത് കൊടുക്കുകയും CCTV ക്യാമറ പരിശോധിക്കുകയും ആ പരിശോധനയിൽ നിന്ന് എടുത്ത ആളിനെയും അയാളെ വരുന്നതും പൈസ എടുക്കുന്നതൊക്കെയായിട്ടും വ്യക്തമായിട്ട് കാണുകയും ചെയ്യാം കണ്ടിട്ടുമുണ്ട്. പോലീസ് എത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാവിനെ കുറിച്ചൊരു ഏകദേശ ധാരണ ലഭിച്ചത്. പത്തനംതിട്ടക്കാരനായ ഷാജൻ എന്ന ആളാണ് മോഷണം നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിനു മുൻപും ഷാജൻ ആശുപത്രി കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. താലൂക്ക് ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ടായിട്ടും ആശുപത്രിയിൽ മോഷണം ഒരു തുടർക്കഥയാവുകയാണ്. പാവപ്പെട്ടവരും സാധാരണക്കാരുമായുള്ള ഒരുപാട് ആളുകൾ ചികിത്സയ്ക്കായി എത്തുന്ന താലൂക്ക് ആശുപത്രിയിൽ മോഷണം നടത്തുന്ന സംഘങ്ങൾ വളർന്നുവരുന്നത് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ്. താലൂക്ക് ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും സെക്യൂരിറ്റി സംവിധാനം ഊർജിതപ്പെടുത്തണമെന്നും ആശുപത്രി സ്ഥിരം താവളമാക്കിയിരിക്കുന്ന മോഷ്ടാക്കളെ അമർച്ച ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് SE സഞ്ജയ് ഖാൻ ആവശ്യപ്പെട്ടു. ഇതേ മോഷ്ടാക്കൾ തന്നെ കഴിഞ്ഞ ദിവസം വീണ്ടും ഇതുപോലെ മോഷണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ആഴ്ചയിൽ തന്നെ 2ാമത്തെ മോഷണമാണ്. ഇതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മോഷണ സംഘം താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ കീമോ ചെയ്യാൻ വരുന്നവരും അതുപോലെ കൂടുതൽ സമയം ചെലവഴിക്കാൻ വരുന്നവരുടെയും വണ്ടികളിൽ നിന്ന് ലോക്കർ പൊളിച്ച് മോഷണം നടത്തുന്ന ഒരു സംഘം തന്നെ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് പോലീസ് അടിയന്തരമായി ഈ CCTV ദൃശ്യത്തിൽ വ്യക്തമായിട്ടുള്ള ആളിനെ കണ്ടുപിടിച്ച് വളരെ പെട്ടെന്ന് തന്നെ യുവമാരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതുപോലെ ഇപ്പോൾ ഈ പാവപ്പെട്ടവരായ ആളുകൾക്കുണ്ടായ നഷ്ടം പരിഹരിക്കാൻ കൂടി നടപടി സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ പാർക്കിംഗ് ഫീസ് ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റികളുണ്ട്. അവരൊക്കെ പ്രവർത്തനത്തിൽ ഒരു നിഷ്ക്രിയത്വം കാണുന്നുണ്ട്. സെക്യൂരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് അടിയന്തരമായി സെക്യൂരിറ്റി സംവിധാനം ബലപ്പെടുത്താൻ തയ്യാറാകണം. അതോടൊപ്പം ഇവിടെ വരുന്ന വണ്ടികൾക്കും ആശുപത്രിയിൽ വരുന്ന കൂട്ടിരിപ്പുകാർക്കുമുള്ള ഒരു സേഫ്റ്റി ഏർപ്പെടുത്താൻ അടിയന്തരമായി ഹോസ്പിറ്റൽ അധികൃതർ തയ്യാറാകണം. ന്യൂസ് ബ്യൂറോ, പുനലൂർ.